ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. നാരായണായ നമ 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 നാരായണായ നമ. പ്രിയ കുടുംബാംഗങ്ങളെ, ഹരിനാമ കീർത്തനത്തിലെ 34-ാമത്തെ ഭാഗം, 34-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമുക്ക് മനനം ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓരോ ശ്ലോകത്തിലും അതീവ ശക്തിയുള്ള അല്ലെങ്കിൽ അതീവ തത്വങ്ങളടങ്ങിയ ഭാഗങ്ങളാണ് നമ്മളിവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോന്നിലും സാധാരണക്കാരായ ഏതൊരു മാനവനെയും സാക്ഷാൽ നാരായണൻ്റെ തലത്തിലേക്ക് എത്തിക്കുന്ന ഒരു ശ്രേഷ്ഠമായ കാവ്യമാണ് ഈ പറയുന്ന ഹരിനാമ കീർത്തനം. പലരും ഇത് കേൾക്കുമ്പം അല്ല ഹരിനാമ കീർത്തന പഠനമെന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും ഇതിലെന്താണ് ഇത്ര വലിയ കാര്യങ്ങളുള്ളത്, ഹരിനാമ കീർത്തനത്തിൽ അങ്ങനെ അത്ര വലിയതുണ്ടോ, നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് കേൾക്കുന്നതല്ലേ, ഇതിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷെ നമ്മൾ അതിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറി നോക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് അത്ഭുതം തോന്നുന്നത്. ഇതെന്തൊരു മഹാമായ, എത്ര വലിയ വേദാന്ത തത്വങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഏതായാലും ഈ 34-ാമത്തെ ഭാഗം നമുക്ക് കേൾക്കാം നമ്മുടെ ഗൗരിമോളുടെ ശബ്ദത്തിൽ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗർവിച്ചു വന്നൊരു ജരാസന്ധനോടു യുധി ചൊവ്വോടെ നിൽപ്പതിനു പോരാ നിനക്കു ബലം. ഔവാരിദൗ ദഹന ബാണം തൊടുത്തതു തിളപ്പിപ്പതിന്നു മതി. നാരായണായ നമ. ഗർവിച്ചു വന്നൊരു ജരാസന്ധനോടു യുധി ചൊവ്വോടെ നിൽപ്പതിനു പോരാ നിനക്കു ബലം. ഔവാരിദൗ ദഹന ബാണം തൊടുത്തതു തിളപ്പിപ്പതിന്നു മതി. നാരായണായ നമ. എല്ലാവരും കേട്ടല്ലോ. വെറുതെ ഇരിക്കുമ്പോഴായാലും ഇതുപോലെ നമ്മളൊന്ന് ചൊല്ലി നോക്കുക. സിനിമ പാട്ടും മറ്റുള്ള പാട്ടുകളൊക്കെ നമ്മൾ മൂളി നടക്കുന്നുണ്ടല്ലോ, അതുപോലെ ഒന്ന് നമ്മൾ ഇതിൻ്റെ ഓരോ വരികളും നമ്മളൊന്ന് മൂളി നോക്കൂ. ആ ഭഗവാന്റെ സ്മരണകൾ അല്ലെങ്കിൽ ആ ഒരു ആനന്ദം തന്നെ നമുക്ക് ഉണ്ടാക്കിത്തരും. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗർവിച്ചു വന്നൊരു ജരാസന്ധനോട് യുധി ചൊവ്വോടെ നിൽപ്പതിന് പോരാ നിനക്കു ഫലം. ആരാ ജരാസന്ധൻ? ജരാസന്ധൻ എന്ന് പറയുന്നത് മഗധ എന്ന് പറയുന്ന രാജ്യത്തെ രാജാവിൻ്റെ മകനാണ്. പിന്നീട് അവിടുത്തെ രാജാവായി ജരാസന്ധൻ. ഈ മഗധയിലെ രാജാവിന് 2 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 2 ഭാര്യമാരുണ്ടായ സമയത്ത് മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നു, മാനസികമായിട്ട് വളരെ പ്രയാസം. നമുക്കറിയാലോ ഒരു കുട്ടികളില്ലാത്തതിൻ്റെ വിഷമം. നമ്മൾ പല ആൾക്കാരും മണ്ണാറശാലയിലും മറ്റു പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ നിരവധി വഴിപാടുകൾ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഇവിടെ മക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് ആ മഗധയിലെ രാജാവ് നേരെ ഇന്ദ്രൻ്റെ അരികിലേക്ക് പോയി. ഇന്ദ്രൻ നടത്തുന്നൊരു യാഗത്തിലേക്ക് പങ്കെടുത്തു. കാരണം അവിടെ നിന്നെങ്കിലും എനിക്ക് മക്കളുണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഈ മഗധയിലെ രാജാവിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ആ യാഗത്തിന് പങ്കെടുത്തിരുന്ന മഹർഷിമാരെന്ത് ചെയ്തു, കുറേ ഹവിസ് ഇദ്ദേഹത്തിന് കൊടുത്തു. ഇദ്ദേഹം ഈ ഹവിസ് കൊണ്ടുപോയിട്ട് തൻ്റെ 2 ഭാര്യമാർക്കും കൃത്യമായിട്ട് പങ്കുവെച്ച് കൊടുത്തു. നമ്മളെ രാമായണത്തിൽ ദശരഥൻ കൊടുത്തതുപോലെ ഈ 2 ഭാര്യമാർക്കും കൊടുത്തു. ഈ ഹവിസ് കഴിച്ച് ഇവരെന്തായി, ഗർഭിണിയായി അവർ പ്രസവിച്ചു. പക്ഷെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. എന്താണെന്നറിയോ, ഈ ഹവിസ് കഴിച്ച ഒരു ഭാര്യ ഒരു മനുഷ്യ ശരീരത്തിന് നേരെ ഇങ്ങനെ കുത്തനെ നേരെ ഉള്ള ഇടത് ഭാഗം മാത്രം പ്രസവിച്ചു. മറ്റൊരു ഭാഗം ഈ ഭാര്യ ഇതിൻ്റെ വലത് ഭാഗവും പ്രസവിച്ചു. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ പൂർണ്ണതയില്ലാത്ത പകുതി ഭാഗമാണ് 2 ആളും പ്രസവിച്ചത്. എന്താ ചെയ്യാൻ പറ്റുക? ഒരു മാംസപിണ്ഡം, ഈ ശരീരത്തിലെ പകുതി ഭാഗം ഒരു പിണ്ഡം ഒരാളുടെ വയറ്റിലും പകുതി ഭാഗം വേറൊരു ആളുടെ വയറ്റിലും. ഒരു ഗുണമില്ലല്ലോ ഭഗവാനെ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയല്ലോ എന്നൊക്കെ ചിന്തിച്ച്
ഈ മാംസപിണ്ഡം അങ്ങോട്ട് പിന്നെ വനത്തിൽ അങ്ങോട്ട് പോയി ഉപേക്ഷിച്ചു. ജീവനില്ലാത്ത മാംസപിണ്ഡാണ്. രണ്ടും ഒന്നിച്ച് അവിടെ ഇങ്ങനെ ഇട്ടു. അവരങ്ങ് തിരിച്ചു പോവുകയും ചെയ്തു. ഈ അവസരത്തിലാണ് ആ വനത്തിലൊരു കാട്ടാള സ്ത്രീ ഉണ്ടായിരുന്നു. ജര എന്നാണ് പേര്. ഈ ജര എന്ന് പറയുന്ന സ്ത്രീ ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്നുണ്ട് 2 കഷ്ണം ഇത് കാണുന്നു. ഒരു കുസൃതി തോന്നി. എന്ത് ചെയ്തു? ഈ 2 കഷ്ണങ്ങളും ചേർത്ത് പിടിച്ചു. ഇങ്ങനെ ചേർത്ത് ആ 2 ഭാഗവും ഒട്ടിച്ച പോലെ ഇങ്ങനെ വെറുതെ പിടിച്ചു. പെട്ടെന്ന് അതിന് ജീവൻ വെച്ചു. ആ ജീവൻ വെച്ച ഉടനെ കുട്ടി കരയാൻ തുടങ്ങി. ഈ ജര എന്ന് പറയുന്ന കാട്ടാള സ്ത്രീ പേടിച്ച് ഓടിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഇവർ വനത്തിൽ ഉപേക്ഷിച്ച ആൾക്കാർ തിരിച്ചു പോകുമ്പോൾ കണ്ടതെന്ന് വെച്ചാൽ ആടെ ഒരു കുട്ടിയെ കണ്ടു. ഈ ബഹളം കെട്ട് ഓടി വന്ന് നോക്കുമ്പോൾ, കരച്ചിൽ കെട്ടി ഓടി വന്ന് നോക്കുന്നു. കാട്ടാള സ്ത്രീയുടെ കരച്ചിലും കേട്ടല്ലോ. ഓടി വന്ന് നോക്കുമ്പോൾ അവിടെ ഈ ഒരു കുട്ടി. ഉടനെ അതിനെടുത്തിട്ട് കൊട്ടാരത്തിൽ കൊണ്ടുപോയി സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ജര എന്ന് പറയുന്ന കാട്ടാള സ്ത്രീ ഭിന്നിച്ചു നിൽക്കുന്നതിനെ സന്ധിപ്പിച്ചപ്പോൾ അതിലുണ്ടായതാണ് ജരാസന്ധി. ഉണ്ടായപ്പോൾ ജരാസന്ധൻ എന്ന് പറയുന്ന ഒരു രാജാവ്, അല്ലെങ്കിൽ ഒരു മനുഷ്യനുണ്ടായി എന്നർത്ഥം. അപ്പോൾ അദ്ദേഹത്തിന് അഹങ്കാരം ഇങ്ങനെ ഇതായിരിക്കുവാണ്. കാരണം അത്രയും വലിയ ശക്തനാണ്. വലിയ സൈന്യമുണ്ട് അദ്ദേഹത്തിന്. സൈന്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുരുക്ഷേത്ര യുദ്ധത്തിൽ 18 അക്ഷഹൗണിപ്പടയാണ് ഉണ്ടായിരുന്നത്. 7 അക്ഷഹൗണിപ്പട പാണ്ഡവരടുത്തും 11 അക്ഷഹൗണിപ്പട കൗരവരടുത്തും. എന്നാൽ ഈ മഗധയിലുള്ള ജരാസന്ധന് മാത്രം 23 അക്ഷഹൗണിപ്പടയാണ് ഉണ്ടായത്. ആലോചിച്ച് നോക്ക്, എത്ര വലിയ സൈന്യമായിരുന്നു. അപ്പോൾ ഈ സൈന്യവുമായിട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നു ജരാസന്ധൻ. എന്തിനാ? കംസനെ കൃഷ്ണൻ കൊന്നതിനോടുള്ള പ്രതികാരം. ആ പ്രതികാരം തീർക്കാനാണ് വരുന്നത്. അങ്ങനെ വരുന്ന അവസരത്തിൽ കൃഷ്ണൻ്റെ യാദവ സൈന്യവും ഈ മഹാസൈന്യവും 23 അക്ഷഹൗണിപ്പടയായിട്ടുള്ള സൈന്യവും നമ്മൾ ഏറ്റുമുട്ടിയിട്ട് ഈ സൈന്യങ്ങളെ ഒട്ടുമുക്കാലും കൃഷ്ണൻ്റെ യാദവ സൈന്യം കൊന്നെങ്കിലും ജരാസന്ധനെ കൊന്നില്ല. വേണമെങ്കിൽ കൊല്ലാൻ പറ്റും, പക്ഷെ കൊന്നില്ല. അവസാന ഘട്ടത്തിൽ ജരാസന്ധൻ്റെ മുമ്പിൽ പേടിച്ചോടുന്നത് പോലെ ഭാവിച്ചും കൊണ്ട് കളിക്കുകയാണ് ചെയ്തത്. എത്ര തവണ? 17 തവണ ഈ ജരാസന്ധനുമായിട്ട് യുദ്ധത്തിൽ. ഇത് ജരാസന്ധനാണ് അവിടെ മുഴുവൻ പരാജയം വരുന്നതെങ്കിൽ പോലും ജരാസന്ധനെ കൊല്ലാതെ അവിടെ നിന്ന് പരാജയപ്പെട്ട് ഓടുന്നത് പോലെ കാണിച്ചു. എന്തിനാണെന്നറിയാം? കാരണം തൻ്റെ ഭക്തനായിട്ടൊരു ഭീമസേനനുണ്ട്. ആ ഭീമസേനന് യശസ്സുണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം ജരാസന്ധനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. എന്താ? 23 അക്ഷഹൗണിപ്പടയുടെ നേതാവാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ കൊല്ലുക എന്നുള്ളത് വളരെ ദുർഘടമാണ്, അസാധ്യമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഭീമസേനൻ ചെയ്താൽ ഭീമസേനൻ്റെ യശസ് എവിടെയെത്തും? അപ്പോൾ അതിനു വേണ്ടിയാണ് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ പേടിച്ചോടുന്നത് പോലെ കാണിക്കുന്നത്. കാരണം തന്നെ ആശ്രയിക്കുന്ന ആൾക്കാർക്ക്, തന്നെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക്, തന്നെ അഭയം തേടുന്ന ആൾക്കാർക്ക് യശസ്സുണ്ടാക്കി കൊടുക്കുന്നവനാണ് സാക്ഷാൽ നാരായണൻ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾക്ക് ഭഗവാനെ നമ്മൾ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചോളൂ. നമുക്ക് യശസ്സുണ്ടാകും, കീർത്തിയുണ്ടാകും. പക്ഷെ എന്ത് വേണം? സ്വഭാവം നന്നാക്കണം. അപ്പം ആ ഭഗവാനിൽ നമ്മൾ ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മളത് പ്രവർത്തിക്കണം എന്നർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഭഗവാൻ പേടിച്ച് ഓടുന്നത് പോലെ കാണിച്ചു. എന്നാൽ ചില ഘട്ടങ്ങളിൽ ഭഗവാൻ പേടിച്ചോടാതെ തന്നെ രൗദ്രഭാവത്തിൽ പ്രവർത്തിക്കേണ്ടടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഭഗവാൻ ജരാസന്ധനെ കണ്ട് പേടിച്ചോടുന്ന പോലെ ചെയ്തെങ്കിൽ പോലും പിന്നെ എന്ത് ചെയ്തു? ഔവാരിദൗ ദഹന ബാണം തൊടുത്തതു തിളപ്പിപ്പതിന്നു മതി നാരായണായ നമ എന്ന് പറഞ്ഞു. എന്തിനാണെന്നറിയോ? പണ്ട് ശ്രീരാമൻ്റെ അവതാരം എടുത്തു ശ്രീകൃഷ്ണ ഭഗവാൻ. ശ്രീകൃഷ്ണനായിട്ട് അവതാരം എടുത്തതും ശ്രീരാമനായിട്ട് അവതാരം എടുത്തതും സാക്ഷാൽ നാരായണനാണ്. അപ്പോൾ ഇതേ നാരായണൻ ശ്രീകൃഷ്ണനായിട്ട് വരുന്നതിന് മുമ്പ് ആരായിട്ട് വന്നു? ശ്രീരാമനായിട്ടും വന്നു. അപ്പോൾ ആ ശ്രീരാമനായിട്ട് അവതാരമെടുത്തപ്പോൾ സമുദ്രം കടക്കാൻ വേണ്ടിയിട്ട് വരുണനോട് വഴി മാറിത്തരാൻ പറഞ്ഞു. വരുണൻ കൂട്ടാക്കിയില്ല. ഭഗവാൻ 3 ദിവസം വ്രതമെടുത്തിട്ട് പറഞ്ഞു, നീ ചെയ്യൂ, മാറിത്തരുന്നു. ക്ഷമക്കൊരതിരില്ലേ? 3 ദിവസം ഇങ്ങനെ കേണപേക്ഷിച്ചിട്ടും വരുണൻ അനുസരിക്കാത്തപ്പോൾ ദേഷ്യം വന്നിട്ട് ആ സമുദ്രം മുഴുവൻ വറ്റിച്ച് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആഗ്നേയാസ്ത്രം തൊടുത്തു വിടാൻ ചെന്നപ്പോൾ പേടിച്ചു വയന്ന് ആ ഭഗവാന്റെ മുന്നിൽ വന്നിട്ട് അഭയം തേടിയിട്ടുണ്ടായിരുന്നു. ആര്? വരുണദേവൻ. ആ വരുണന് പോലും അഭയം കൊടുത്തു. കാരണം ഇങ്ങോട്ട് ദ്രോഹിച്ച ആ വരുണൻ കാൽക്കൽ വന്നപ്പോൾ അഭയം കൊടുത്തവനാണ് സാക്ഷാൽ നാരായണൻ.
അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ ഇത്രയും കാലം ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പാടുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എന്നെയൊക്കെ ഭഗവാൻ സ്വീകരിക്കുമോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ അരികിൽ നിങ്ങൾ എല്ലാം അഹങ്കാരവും ഇല്ലാതെയാക്കി പൂർണ്ണമായിട്ട് അഭയം തേടുകയാണെങ്കിൽ നിങ്ങൾ ഏത് തെറ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഭഗവാൻ പൊറുത്തോളും എന്ന് കരുതി ഞാൻ ഭഗവാൻ എല്ലാം പുറത്തോളൂ, അതുകൊണ്ട് ഇപ്പം ഞാൻ നല്ലപോലെ ദുൽമ കളിക്കാം, അല്ലെങ്കിൽ വൃത്തികേട് കാണിക്കാം, തെമ്മാടിത്തം കളിക്കാം. ഇതിൽ അവസാന നിമിഷത്തിൽ മരണം അടുക്കാനാകുമ്പോൾ ഞാൻ പോയി ഭഗവാനെ വിളിച്ചാൽ മതിയല്ലോ, അപ്പോൾ എനിക്ക് പെട്ടെന്ന് മോശം കിട്ടുമല്ലോ, ആ തെറ്റുകളെല്ലാം പൊറുക്കുമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മൾ മരിക്കുന്നത് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മരിക്കുന്നത് എപ്പോഴും നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചിട്ടാണോ നമ്മൾ മരിക്കുന്നത്? അല്ല, നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു വാഹനം വന്നിടിക്കുക, ഒന്നും വേണ്ട, നമ്മൾ വെറുതെ ഇരിക്കുന്നിടത്ത് നിന്ന് പെട്ടെന്ന് അറ്റാക്ക് വന്നിട്ട് മരിക്കുക. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ തമ്മാടത്തും കാണിച്ച് മരണത്തിൻ്റെ ആ സമയമാകുമ്പോൾ ഭഗവാനെ വിളിക്കാമെന്ന് വെച്ചാൽ മരണം എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇപ്പോൾ തെറ്റുതിരുത്താൻ പറ്റുന്ന അവസരമാണ്. നമ്മൾ ഇത്രയും കാലം എന്തൊക്കെയോ ചെയ്തു പോയിട്ടുണ്ടാവാം. അങ്ങനെ ആ തെറ്റെല്ലാം തിരുത്തിയിട്ട് ഭഗവാന്റെ മുന്നിൽ അഭയം തേടുക. നിങ്ങളുടെ സർവ്വ പാപങ്ങൾക്കും ഭഗവാൻ രക്ഷ നൽകും, അല്ലെങ്കിൽ അതിന് മോക്ഷം നൽകി നിങ്ങളെ സംരക്ഷിക്കും. ഏതുപോലെ? വരുണനെ പോലെ നിങ്ങൾക്ക് അഭയം തരും. അപ്പോൾ എന്ത് വേണം? നമ്മൾ ഇവിടെ നാരായണനായിട്ട് വന്നത് സാക്ഷാൽ, അത് നാരായണൻ രാമനായിട്ട് വന്നു, നാരായണൻ കൃഷ്ണനായിട്ട് വന്നു. ഇതേ നാരായണൻ തന്നെയാണ് നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ ഉള്ളിലും ഉള്ളത് എന്ന് ചിന്തിക്കണം. ആ നാരായണൻ്റെ അംശമാണ് നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ ഉള്ളിലും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഭഗവാൻ തന്നെ നമ്മളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചില സമയത്ത് മാറി നിൽക്കും, നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പരീക്ഷണത്തിലൊന്നും നമ്മൾ തളർന്നു പോകരുത്. കാരണം എന്താ? എന്തായാലും എൻ്റെ ഭഗവാൻ എൻ്റെ അരികിലേക്ക് വരും, എന്നെ രക്ഷിക്കാൻ വരും എന്ന ഉറച്ച വിശ്വാസം വേണം. നമ്മൾ നേരത്തെ പ്രഹ്ലാദൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിച്ചത്. കാരണം ആ ഭക്തിയോട്, നിർമ്മല ഭക്തിയോടുകൂടി ആ പ്രഹ്ലാദൻ വിളിച്ചപ്പോൾ ആ ദുർഘടഘട്ടത്തിൽ അവിടെ തൂണ് പിളർന്നു വന്നിട്ടാണ് രക്ഷിച്ചത്. അപ്പോൾ നമ്മൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരു കഷ്ടപ്പാട് വന്നാൽ, എന്നും നാരായണ നാമം ജപിക്കുന്ന നമ്മൾ, ആ നാരായണൻ നമ്മളെ സംരക്ഷിക്കുമെന്ന് 100% വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ അവിടെ അവതാരമെടുക്കും. അത് കൃഷ്ണരൂപത്തിൽ തന്നെ ആവണമെന്നില്ല, പല ആൾക്കാരുടെ രൂപത്തിൽ. ഇതിപ്പം ഒരാൾക്ക് ഒരു ജപ്തി വന്നു, നല്ലൊരു ഈശ്വര വിശ്വാസിയാണ് അയാൾ, നാരായണ നാമം ജപിക്കുന്ന ആളാണ് അയാൾ. അപ്പോൾ അയാൾക്ക് മകൻ്റെ ചികിത്സ, അതുപോലെ മറ്റുള്ളവരുടെ പഠനച്ചെലവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ പണം കടം കയറി. ഇവരുടെ വീടിന് കടം കയറി വീടിൻ്റെ രേഖ പോലും പണയത്തിലായി. ഈ പണയത്തിലായിരിക്കുന്ന അവസരത്തിൽ മറ്റു ഗത്യന്തരമില്ലാതെ അവർക്ക് പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്നൊരു ഘട്ടം. കാരണം ഈ ബാങ്കിൽ നിന്ന് എടുത്ത ലോണ് പോലും അവർക്ക് തിരിച്ചടക്കാൻ പറ്റിയില്ല. ഈ തിരിച്ചടക്കാൻ പറ്റാത്ത അവസരത്തിലാണ് പെട്ടെന്ന് ഒരാൾ അല്ലെങ്കിൽ ഈ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി പോലീസുകാർ മറ്റുള്ളവരൊക്കെ വന്നു വീട് ജപ്തി ചെയ്യാൻ വേണ്ടി സാധനങ്ങളൊക്കെ അവിടെ എടുത്ത് മാറ്റുന്നു, വണ്ടി കയറ്റാൻ പറയുന്നു, അല്ലെങ്കിൽ അവരെടുത്ത് വെളിയിലിടാൻ തുടങ്ങുന്നു. ഈ അവസരത്തിലാണ് പെട്ടെന്ന് ഒരു വ്യക്തി അവിടത്തേക്ക് വരുന്നത്. ആ വ്യക്തി വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ എല്ലാ കടകളും ഞാൻ അടച്ചു തീർത്തിട്ടുണ്ട്, ഇതാ രേഖ, ഇതാ ബാങ്കിൽ നിന്ന് ഇതായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇനി പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിരിക്കട്ടെ. അപ്പോൾ അതൊരു വ്യക്തിയായിട്ടല്ല നമ്മൾ കാണേണ്ടത്, അവിടെ സാക്ഷാൽ നാരായണൻ തന്നെയാണ് ആ വ്യക്തിയുടെ രൂപത്തിൽ വന്നതെന്ന് നമ്മൾ കണക്കാക്കണം. ഇതുപോലെ നമ്മൾക്ക് പല അവസരത്തിലും നിങ്ങൾക്ക് മുന്നിൽ നാരായണൻ പല രൂപത്തിലും വന്നിട്ടുണ്ടാവാം, പല ഭാവത്തിലും വന്നിട്ടുണ്ടാവാം. ബസ്സിന് ഒരു അവസരത്തിൽ യാത്ര ചെയ്ത അവസരത്തിൽ പോക്കറ്റ് അടിച്ചു പോയി ചില ആൾക്കാരുടെ പൈസ. ആ അവസരത്തിൽ വാഹനത്തിൽ യാത്ര ചെയ്യാൻ പൈസ ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് മറ്റാരെങ്കിലും നമുക്ക് പൈസ തന്നിട്ടുണ്ടാവാം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നാരായണൻ തന്നെയാണ്. വിശന്നിരിക്കുന്ന അവസരത്തിൽ നമ്മൾക്ക് ഭക്ഷണം തന്നിട്ടുണ്ടാവാം, അത് നാരായണൻ തന്നെയാണ്. നാരായണൻ ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സഹായം ആരെങ്കിലും നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ, സഹായം കിട്ടാത്ത ആൾക്കാർ ആരുമില്ല, അത് വാക്കുകൊണ്ടാവാം, വഴിയറിയാതെ കുഴങ്ങി നിൽക്കുന്നൊരവസ്ഥ ഇതെനിക്കുണ്ടായിട്ടുണ്ടായിരുന്നു. പറഞ്ഞ് പലരും വിശ്വസിക്കില്ല. ഞാൻ ശബരിമലയിലേക്ക് നടന്നു പോകുന്നൊരു കാലഘട്ടം ഞാൻ പറഞ്ഞു വരുന്നു. മുന്നേ 20 വർഷം തളിപ്പറമ്പിൽ നിന്ന്, കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്ന് ശബരിമല വരെ നടന്നു പോയതാണ്. അപ്പോൾ നടന്നു പോകുന്ന അവസരത്തിൽ സ്വതവേ നമ്മൾ മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അവിടെ പുഴയിൽ ഇറങ്ങിയിട്ട് നടന്നിട്ട് വേണം നമ്മൾ അക്കരെ എത്താൻ. ഇപ്പോഴാണ് പാലമൊക്കെ വന്നത്, അന്ന് പാലമൊന്നും ഉണ്ടായിരുന്നില്ല.
അപ്പോൾ ഒരു തവണ നമ്മൾ ചമ്രവട്ടം ശാസ്താക്ഷേത്രത്തിനവിടെ എത്തി. ഇനി അതിൻ്റെ പുറകിലൂടെ നമ്മൾ ഇറങ്ങിയിട്ട് വേണം നമ്മൾ അക്കരെ എത്താൻ വേണ്ടി. നരിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പുഴ മുറിച്ച് കടന്നാൽ നമ്മൾ എത്തിച്ചേരുക. ചില സ്ഥലത്ത് വെള്ളം നല്ലപോലെ ഉണ്ടാകും, ചില സ്ഥലത്ത് വെള്ളം കുറവായിരിക്കും. എന്നാലും ആ ഭഗവാനെ വിളിച്ചും കൊണ്ട് നമ്മൾ എല്ലാവരും കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പുഴയിലൂടെ ഇറങ്ങി നടക്കാറ്. എന്നാൽ ഒരവസരത്തിൽ വന്നപ്പോൾ അവിടെ ആൾക്കാർ പറഞ്ഞു വെള്ളം നല്ലതുപോലെയുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുവഴി പോകാൻ ബുദ്ധിമുട്ടാകും, 2 ദിവസം കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങുകയുള്ളൂ, അങ്ങ് മലയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ വെള്ളം ഇവിടെ എത്തുക, അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ നോക്കണ്ട, നല്ലപോലെ വെള്ളം വന്നിട്ടുണ്ട്, വെള്ളം ഇറങ്ങാതെ നിങ്ങൾ പോകണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വേഗം തിരുനാവായ വഴി നേരെ കുറ്റിപ്പുറത്തെത്തിയിട്ട് നടക്കുകയാണ്. അപ്പോൾ നടന്നു പോവുകയാണ്. കാരണം നമ്മളൊക്കെ താമസിക്കുന്നത് ഏതെങ്കിലും ക്ഷേത്രത്തിലാണ് നമ്മൾ രാത്രി കാലങ്ങളിൽ താമസിക്കുക. അങ്ങനെ നടന്ന് പോകുന്ന അവസരത്തിൽ ഒരു സ്ഥലത്ത്, വിജനമായൊരു സ്ഥലമാണ്, ഉറക്കം വല്ലാതെ വരുന്നു. നടക്കാൻ വരുന്ന സമയം ഏകദേശം രാത്രി 11-12 മണിയോളമായി. നമ്മൾ ആ സമയം വരെ നടക്കാറില്ല. നമ്മൾ ശരാശരി എന്ന് പറഞ്ഞാൽ ഒരു 6 മണിയാകുമ്പോൾ എവിടെയെങ്കിലും വിരി വെച്ചിട്ട് അവിടെ കിടക്കും. പക്ഷേ സുരക്ഷിതമായ സ്ഥലത്ത് കിടക്കണ്ടേ, മഴ നനയാതെ കിടക്കണം. ചിലപ്പോൾ മഴയുണ്ടാകും, അതുപോലെ തന്നെ ചിലപ്പോൾ മറ്റുള്ള ശല്യങ്ങളുണ്ടാകും, രാവിലെ കുളിക്കാനുള്ള സൗകര്യം വേണം, ഇതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുക. ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം വേണം. അങ്ങനെ ഞങ്ങൾ നടന്ന് വരുന്ന അവസരത്തിൽ റോഡിലൊക്കെ വാഹനങ്ങളൊക്കെ വളരെ കുറവാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും ഒരു ക്ഷേത്രം കാണാനില്ല. അപ്പോൾ ഞങ്ങൾ അതിനിടയിൽ 1-2 ടൗണിലൂടെ എത്തിയപ്പോൾ സമയത്ത് ചോദിച്ചു, ഇവിടെ ഏതെങ്കിലും ക്ഷേത്രങ്ങളുണ്ടോ? ഇല്ല. ഇനി നിങ്ങൾക്ക് ഗുരുവായൂരെത്തിയാൽ മാത്രമേ ക്ഷേത്രം ഉണ്ടാകൂ എന്ന് പറഞ്ഞു. ഭഗവാനെ, ഗുരുവായൂരെത്താനോ? എന്താ ചെയ്യുക? ഗുരുവായൂരെത്തണമെങ്കിൽ ഇനിയും ഒരുപാട് കിലോമീറ്റർ, 12 കിലോമീറ്ററായിട്ട് ഇനിയും നടക്കാനുണ്ടെന്നാണെന്ന് പറഞ്ഞത്. ഇനി 12 കിലോമീറ്റർ നടക്കണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ആഞ്ഞ് നടന്നാൽ 2 മണിക്കൂറും കൂടി നടക്കണം. അപ്പോഴേക്കും പുലർച്ചെയാകും. നമുക്ക് രാവിലെ 2 മണിക്കും എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ഏകദേശം ഒരു 3 മണിയാകുമ്പോൾ നടക്കുന്നത് രാവിലെ. പിന്നെ വൈകിട്ട് അത് ഏകദേശം ഒരു 8 മണിയാകുമ്പോൾ നമ്മൾ നടത്തം നിർത്തും. പിന്നീട് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നടക്കും, ഒരു 6 മണിയാകുമ്പോൾ നിർത്തും. അങ്ങനെയാണ്. രാത്രി നടത്തം കുറവാണ്, പുലർച്ചക്കാണ് നടത്തിയത്. പക്ഷേ ഈ കണ്ടീഷനിൽ ഇനി പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് നടക്കാനും പറ്റില്ല. എന്താ ചെയ്യും എന്നൊക്കെ വിചാരിച്ചു. 12 കിലോമീറ്റർ പോകണ്ടേ. 3 സ്ഥലത്ത് നമ്മൾ അന്വേഷിച്ചു, എവിടെയെങ്കിലും ക്ഷേത്രമുണ്ടോ? ഇല്ല, എവിടെയും ക്ഷേത്രമില്ല എന്ന് പറഞ്ഞു. ഗുരുവായൂരെത്തണം. ഞങ്ങൾ സ്വതവേ ഗുരുവായൂർ പോകാതെ അവിടെ നിന്ന് നമ്മൾ നേരെ ചാവക്കാടൊക്കെ ഷോർട്ടിന് കിടക്കുകയാണ് ചെയ്യാറ്. അക്കിക്കാവ് കഴിഞ്ഞിട്ട് കുന്നംകുളം കഴിഞ്ഞ് നേരെ നമ്മൾ കുന്നംകുളത്തും പോകില്ല, അവിടുന്ന് ഷോർട്ട് വഴി നമ്മൾ നടന്നു പോകുമ്പോൾ എളുപ്പ വഴിയുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ കുറേ കൂടി മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒരു സബ്സ്റ്റേഷൻ, നമ്മൾ ഗുരുവായൂരേക്ക് പോകുമ്പോൾ ഇടത് വശത്ത് ഒരു വലിയൊരു സബ്സ്റ്റേഷൻ സ്ഥലത്തെത്തി. ഒരു ചെറിയൊരു കയറ്റമുണ്ട്. ആ കയറ്റം കഴിഞ്ഞ് നമ്മൾ ഒച്ചത്തിൽ ശരണം വിളിക്കുന്നുണ്ട് രാത്രി. അപ്പോഴാണ് മുന്നിൽ നിന്നും ഇരുട്ടത്ത് പെട്ടെന്ന് ഒരാളിങ്ങനെ കയറി വരുന്നത്. അയാൾ പെട്ടെന്ന് സ്വാമിയേ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നു. ഞങ്ങൾ വേഗം സ്വാമി ശരണം പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, സ്വാമി ഇവിടെ എവിടെയെങ്കിലും അമ്പലമുണ്ടോ? അപ്പോഴാണ് ഇതാ ഈ വളവ് കഴിഞ്ഞാൽ, ഈ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പെട്രോൾ പമ്പുണ്ട്, ആ പെട്രോൾ പമ്പ് കഴിഞ്ഞാൽ തൊട്ട് പുറകിലായിട്ട് ഒരു ക്ഷേത്രമുണ്ട്, സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രമാണെന്ന് പറഞ്ഞു. വലിയൊരു ആശ്വാസമായി. കാരണം പലരും പറഞ്ഞിട്ട് ആ അമ്പലം ഇല്ല എന്ന് പറയാം. അപ്പം അമ്പലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുന്നത് നമ്മുടെ മുന്നിലേക്ക്. ഞങ്ങൾ ആ ഒരു ഇറങ്ങി തീരുമ്പോൾ തന്നെ ആ പെട്രോൾ പമ്പ് കണ്ടു. ആ പെട്രോൾ പമ്പിൻ്റെ തൊട്ടപ്പുറം തന്നെ ക്ഷേത്രത്തിൻ്റെ ചെറിയൊരു ബോർഡ് അങ്ങോട്ട് കാട്ടുന്നു. നോക്കുമ്പോൾ അതൊരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഒരു ഈച്ച പോലും അവിടെ ഇല്ല. ആ ക്ഷേത്രത്തിൻ്റെ ബലിക്കൽപ്പുര മുന്നിൽ വലിയൊരു ബലിക്കലുണ്ടാവില്ല, അതിനോട് ചേർന്നിട്ടൊരു ഇതുണ്ട്. നമ്മളെന്ത് ചെയ്തെന്നറിയോ? ക്ഷീണം കൊണ്ട് ആ ബലിക്കലിൻ്റെ ചുറ്റുമായിട്ട് നമ്മളിങ്ങനെ കിടന്നു തുടങ്ങി, നമ്മളെല്ലാ സ്വാമിമാരും. പുലർച്ചെ നമ്മൾ അന്നേരം കിടക്കുമ്പോൾ സമയം ഏകദേശം ഒരു 1:30 മണി ആയിട്ടുണ്ടാവും. ഏകദേശം ഒരു ക്ഷേത്രം തുറക്കാൻ അവിടെ ഏകദേശം ഒരു 4:30 മണിയാകുമ്പോൾ തന്നെ പൂജാരി അവിടെ എത്തി. ആ പൂജാരി അവിടെ എത്തിയോടെ തന്നെ നമ്മളെ അറിയാതെ വേഗം അദ്ദേഹത്തിന് പിന്നെ നമ്മളവിടെ കിടക്കുന്നത് അദ്ദേഹം ടോർച്ചും തെളിയിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ബലിക്കലിൻ്റെ അടുത്ത് ചുറ്റുവട്ടത്ത് ആൾക്കാരെ കണ്ടു. അദ്ദേഹം വെച്ച് മെല്ലെ സ്വാമി വരാമെന്ന് മനസ്സിലാക്കി മെല്ലെ അവിടുത്തെ ഒരു ലൈറ്റ് ഇട്ട് അദ്ദേഹം ഉള്ളിൽ കയറിയിട്ട് പെട്ടെന്ന് കുളിയെല്ലാം കഴിഞ്ഞിട്ട് പുറത്തെ ലൈറ്റൊക്കെ ഓഫാക്കി. കാരണം നമുക്കൊരു ബുദ്ധിമുട്ടാവരുതെന്ന് കരുതിയിട്ട് ഞങ്ങൾ എഴുന്നേൽക്കുന്നത് അന്ന് ഏകദേശം ഒരു 5:30 മണിയായിപ്പോയി. 2 മണിക്ക് എഴുന്നേറ്റ് 3 മണിക്ക് പോകുന്ന ഞങ്ങൾ ആ ക്ഷീണത്തിലങ്ങ് ഉറങ്ങിപ്പോയി. പുലർച്ചെ എന്നിട്ട് ഇദ്ദേഹം പിന്നെ പൂജാരി ഞങ്ങളുടെ അരികിൽ വന്നു. എന്നിട്ട് പറയുകയാണ്, അവർ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു തന്നു, ബാത്റൂം പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ പുലർച്ചെ പോകുമെന്നറിയാം, പക്ഷേ നിങ്ങൾ വന്ന് കിടന്ന ആ അവസ്ഥ കണ്ടാൽ എനിക്ക് മനസ്സിലായി വളരെ ടയേർഡായിട്ടാണ് ഉള്ളതെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കാഞ്ഞത്, നിങ്ങൾ കിടന്നോട്ടെ എന്ന് കരുതി. വരുന്ന ഭക്തന്മാരോട് ഞാൻ പറഞ്ഞു, അതിൽ അവർക്ക് ശല്യാക്കണ്ട, നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് വ്യവസ്ഥ ചെയ്തു എന്ന് പറഞ്ഞു. ഇതാര് ചെയ്തതാ? ഞങ്ങൾക്ക് ആ ക്ഷേത്രത്തിൽ എത്തിച്ചത് ആരാ? അതൊക്കെ ഈ നാരായണൻ തന്നെയാണ്. ആ ദുർഘടഘട്ടത്തിൽ
ഞങ്ങൾക്ക് സഹായിയായി വർത്തിച്ചത് ആ നാരായണൻ തന്നെയാണ്. ഇത് നാരായണൻ ശംഖും ചക്രും ഗദയും പത്മവുമെല്ലായിട്ട് നമ്മുടെ മുന്നിൽ വരുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റ്. അങ്ങനെ നമ്മൾ കരുതേ വേണ്ടതില്ല. നമ്മൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ആത്മാർത്ഥമായി ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഏത് രൂപത്തിലും നമ്മളുടെ അരികിലേക്ക് വരാം. അത് രൂപം തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാവും. നിങ്ങളുടെ അനുഭവങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനൊരു അനുഭവം പറയാൻ പറ്റുമോ? ഉണ്ട്. അപ്പോൾ ആ അനുഭവം നിങ്ങളിവിടെ പങ്കുവെക്കുക. ഏതായാലും നമ്മൾ ചിന്തിക്കേണ്ടത് നാരായണനാമം നമ്മൾ എല്ലാ അവസരത്തിലും ജപിക്കുക. നാരായണനാമം ജപിക്കാൻ നമുക്ക് നാരായണൻ നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ഒരു ഘട്ടത്തിൽ കൊണ്ടുവരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ.